നമസ്കാരം. ശനിയാഴ്ച നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർക്ക് പറ്റിയത് വൻ അമളിയാണ്. ഇവരാരും ഒരിക്കലും കരുതിയിരുന്നില്ല തങ്ങൾ റിമാൻഡിലായി ജയിലിലേക്ക് പോകുമെന്ന. ഗവർണറുടെ കാർ വരുമ്പോൾ നിങ്ങൾ അതിനു മുന്നിലേക്ക് ചാടി വീഴണം, പറ്റാവുന്ന പട്ടിഷോ മുഴുവൻ കാണിക്കണം, നമ്മുടെ പോലീസാണ് അവിടെയുള്ളത്. നവകേരള സർക്കിട്ടിൽ നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ പാർട്ടിയുടെയും സർവൈശ്വര്യമായ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയടിച്ച് പൊട്ടിച്ച DYFIക്കാർക്കൊക്കെ എന്താണ് പറ്റിയതെന്ന്. അവർക്കൊന്നും യാതൊന്നും പറ്റിയില്ല. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത SFI നേതാവ് നിതിൻ പുല്ലനോ SIയെ പട്ടിയെ പോലെ തല്ലുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ച SFI നേതാവ് ഹസൻ മുബാറക്കിനെയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒരു ചുക്കും ചെയ്തില്ല, ചെയ്യുകയുമില്ല. അവരിപ്പോൾ ഹീറോകളാണ്. നിങ്ങൾക്കും അതുപോലെയാകണ്ടേ? ഗവർണറുടെ കാറിന് മുന്നിൽ ചാടി കരിങ്കൊടി കാണിക്കുമ്പോൾ വണ്ടിയുടെ വേഗത കുറയ്ക്കും, എന്നിട്ട് ഗവർണർ അങ്ങേരുടെ പാട്ടിന് പോകും. പേരിനൊരു അറസ്റ്റ് ഉണ്ടാകും. നിങ്ങളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ അവിടെ നമ്മുടെ മൂത്ത സഖാക്കൾ കാത്തിരിപ്പുണ്ടാകും. ജാമ്യം കിട്ടി ഇറങ്ങി വരുമ്പോൾ രക്തഹാരമൊക്കെ അണിയിക്കും, ഇൻകുലാബ് വിളിക്കും. അപ്പോഴത്തെ സൗകര്യമനുസരിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു തുറന്ന ജീപ്പിൽ ഒരു റോഡ് ഷോയും നടത്താം. ഇങ്ങനെയാണ് മൂത്ത കമ്മികൾ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ ചാടിപ്പുറപ്പെട്ട SFI കമ്മികളോട് പറഞ്ഞിരുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി, രക്തഹാരവും തുറന്ന ജീപ്പുമൊക്കെ സ്വപ്നം കണ്ട കുട്ടിക്കമ്മികൾ ഗവർണറെ തടയാൻ ചാടിപ്പുറപ്പെട്ടു. പക്ഷെ പണി പാളി. കുട്ടിക്കമ്മികളെ കണ്ടതേ കലിയിളകിയ ഗവർണർ വണ്ടി നിർത്തി ചാടിയിറങ്ങി. ശേഷം നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മുറുക്കാൻ കടയുടെ മുന്നിൽ ചെന്ന് കസേര വാങ്ങിയിട്ട് അതിലിരിക്കുന്നു. പോലീസുകാർ വിറപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസിലേക്ക് വിളിക്കുന്നു. ഒടുവിൽ കരിങ്കൊടി കാണിച്ച കുട്ടിക്കമ്മികൾക്കെതിരെയുള്ള FIR കണ്ട് ബോധിച്ചതിനു ശേഷം മാത്രമാണ് ഗവർണർ കടക്കാരനെ മടക്കുകസേര തിരികെ കൊടുത്തത്. കൂട്ടത്തിൽ 2-2.5 മണിക്കൂർ കച്ചവടം മുടങ്ങിയതിന് നഷ്ടപരിഹാരമായി ഒരു 1000 രൂപ കൂടി കടക്കാരൻ്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു ഗവർണർ. എന്തായാലും കഥയുടെ ആദ്യ പകുതി ഇവിടെ തീർന്നു. അടുത്ത ഭാഗം തുടങ്ങുന്നത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലാണ്. ഗവർണർ വരുന്നതിന് മുമ്പുള്ള പോലീസിൻ്റെയും SFI കമ്മികളുടെയും ഒളിച്ചുകളി നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ ഇന്നലത്തെ പത്രം ഒന്നെടുത്തു നോക്കണം. ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന SFI പീക്കിരികളുടെ ബാനറിൻ്റെ മറ പിടിച്ചാണ് പോലീസ് അങ്കിൾമാർ വെയിൽ കൊള്ളാതെ നിന്നത്. എന്തായാലും ഗവർണർ ചാടി പുറത്തിറങ്ങി കസേര വാങ്ങി ഇരിപ്പ് തുടർന്നതോടെ കളി മാറി. എലിക്കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ 10-12 എണ്ണത്തിനെ പോലീസ് തൂക്കിയെടുത്തു. അപ്പോഴാണ് പിള്ളേർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. സഖാത്തികൾ 2 എണ്ണം ഉണ്ടായിരുന്നു, പുരുഷ സഖാക്കൾ 10 എണ്ണവും. സഖാത്തികളെ നേരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് അയച്ചു, പുരുഷ പ്രജകളെ കൊട്ടാരക്കര സബ് ജയിലിലും. രക്തഹാരവും തുറന്ന ജീപ്പുമൊക്കെ സ്വപ്നം കണ്ടുനിന്ന പിള്ളേർ ജയിലിലേക്ക് പോകണം എന്നറിഞ്ഞതോടെ നിലവിളി തുടങ്ങി. ആ നിലവിളിയെ അന്നം കമ്മികൾ കാണുന്നത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിയായിട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ മൂത്ത കമ്മികളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഇനിയൊരു ഭാവിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ബിന്ദുവിനെ പോലെ വല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ, ചിന്ത ജെറോമിനെ പോലെ യുവജന കമ്മീഷൻ അധ്യക്ഷയോ, സതീദേവിയെ പോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയോ ഒക്കെ ആകാനുള്ള വിദൂര സാധ്യതയേ ഉള്ളൂ. കാരണം ഈ പാർട്ടി ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ഭരണമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഈ പ്രതികളായ പിള്ളേരൊക്കെ ജോലിയും കൂലിയും ഇല്ലാതെ തെക്കു വടക്ക് നടക്കും. ഇപ്പോൾ പാർട്ടി ഇവരെ ജാമ്യത്തിലിറക്കും. ഗവർണർ കുത്തിയിരുന്നാണ് FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്. അപ്പോൾ സാധാരണ വകുപ്പുകളൊന്നും ആയിരിക്കില്ല പിള്ളേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുക. 6-7 കൊല്ലമെങ്കിലും പൂജപ്പുര സെൻട്രൽ ജയിൽ അലങ്കരിക്കത്തക്ക വിധത്തിലുള്ള വകുപ്പുകളായിരിക്കും SFI കമ്മികളുടെ തലയിൽ വെച്ചുകൊടുത്തിട്ടുണ്ടാകുക. ഈ കേസ് ഉടനെയൊന്നും തീരില്ല. അപ്പോൾ കേസ് ആര് നടത്തും? പാർട്ടി നടത്തുമോ? ഇല്ല. സഖാക്കൾ നടത്തുമോ? ഇല്ലേ ഇല്ല. അപ്പോൾ പിന്നെ ആര് നടത്തും? കൂലിവേലയെടുത്തും മറ്റും ജീവിക്കുന്ന സ്വന്തം തന്തയും തള്ളയും നടത്തും. അവർക്ക് സ്വന്തം മക്കളെ കളയാൻ പറ്റില്ലല്ലോ. കാശുള്ള വീട്ടിലെ പിള്ളേരാരും സമരം ചെയ്യാനും പൊതുമുതൽ തല്ലി തകർക്കാനും ഒന്നും പോകില്ല. പ്രത്യേകിച്ച് ഈ ക്രിമിനൽ പാർട്ടിയിൽ ചേർന്ന് ഇടത്തരമോ പാവപ്പെട്ടതോ ആയ കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരിക്കണം ജയിലിൽ കിടന്ന് കൊതുകുകടി കൊണ്ട് ചപ്പാത്തിയും കറിയും തിന്നുന്നത്. പോകുന്നത് ആ പിള്ളേരുടെ ഭാവിയും. നേട്ടം കൊയ്തത് ആര്? പാർട്ടിയും സർക്കാരും. ഏതെങ്കിലും മന്ത്രിമാരുടെയോ നേതാക്കളുടെയോ മക്കൾ ആരെങ്കിലും പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? രക്തസാക്ഷികളായിട്ടുണ്ടോ? ജയിലിൽ പോയിട്ടുണ്ടോ? പൊതുമുതൽ തല്ലി തകർത്തിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു മുദ്രാവാക്യമെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ മക്കളെ എങ്ങനെ വഴി പിഴപ്പിക്കണമെന്നും നേതാക്കൾക്കറിയാം. കഴിഞ്ഞ മാസം കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച SFI കമ്മികളെ പോലീസ് പൊക്കിയപ്പോൾ ഒരു പെൺകുട്ടി വലിയ വായിൽ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ ചാനലുകളിൽ കണ്ടു. പോലീസുകാർ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ പാടുപെടുന്നതും കണ്ടു. അപ്പോൾ പല കുട്ടികളും സ്വന്തം ഇഷ്ടപ്രകാരമല്ല
SFIയുടെ സമരങ്ങളിൽ വരുന്നത്. ഇവന്മാർ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ടുവരികയാണ്. സമരത്തിനിറങ്ങാത്ത ഒരു പെൺകുട്ടി ഈ SFI ക്രിമിനലുകളുടെ ഭീഷണി കാരണം പഠനം അവസാനിപ്പിച്ച് പോയിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. ഒരുപാട് കാലമൊന്നുമായിട്ടില്ല, 2-3 വർഷമേ ആയിട്ടുള്ളൂ. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. വയസ്സ് 10-30 പക്ഷേ ഇപ്പോഴും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. 16 ലക്ഷം വരുന്ന SFI കമ്മികൾ ഗവർണറെ തടയും എന്നാണ് സഖാവ് PM ആർഷോ ഇപ്പോഴും പറയുന്നത്. അങ്ങനെയെങ്കിൽ പുഷ്പനെ അറിയാമോ, ഞങ്ങളെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൽ തൽക്കാലം ഒരു ചെറിയ തിരുത്തു വരുത്തേണ്ടി വരും. ആർഷോയെ അറിയാമോ, ഞങ്ങളുടെ ആർഷോയെ അറിയാമോ എന്ന് തിരുത്തി പാടേണ്ടി വരും കമ്മികൾക്ക്, ഉറപ്പ്. കാരണം ഗവർണറുടെ സുരക്ഷാ ചുമതല കേരള പോലീസ് മാമന്മാർക്കല്ല, CRPFനാണ്. എന്തായാലും പറഞ്ഞു വന്നത് ഇതല്ല. എന്തായാലും PM ആർഷോ എന്ന ഈ മഹാനെ കോടതി ഇടപെട്ട് പിടികൂടി ജയിലിലടച്ചു. ജയിലിലേക്ക് യാത്രയയക്കാൻ കുറേ പിള്ളേർ, തിരിച്ചിറങ്ങിയപ്പോൾ രക്തഹാരമണിയിച്ചു സ്വീകരിക്കാൻ കുറേ എണ്ണം വേറെ. എന്തിന്? വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സഖാത്തികൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോഴും സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പിള്ളേർക്ക് പ്രചോദനമാകുന്നത്. പക്ഷേ ഇപ്പോൾ കളി മാറി. ഗവർണർ പിടിച്ച പിടിയാലെ FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചു, പിള്ളേർ ജയിലിലുമായി. എന്തായാലും അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്ന് ശനിയാഴ്ച മുതൽ 2 പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. അതാ വനിതാ സഖാത്തികളാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ വേണം. കാരണം ഒരു രക്തസാക്ഷി ഉണ്ടായിട്ട് കാലം കുറേയായി. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണപരാജയവും ഒക്കെ താൽക്കാലികമായിട്ടാണെങ്കിലും മറച്ചു വയ്ക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടനെ നടക്കണം. നടക്കട്ടെ, നമുക്കും കാണാം. അതുവരെ കാത്തിരിക്കാം.